guys, Assalamu alaikum. Welcome back to my channel and welcome back to a Mysore vlog. So ഇന്നത്തെ ഞങ്ങളൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ റെഡിയായി. ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. 8:30 കേട്ടോ ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ ഇപ്പോൾ മൈസൂരാണ് പോണത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അക്കൂടുമ്മയുടെ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോണത്. അക്കൂടുമ്മയുടെ അനിയനും അനിയത്തി ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോഴത്തേക്കും ട്രെയിനും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീപ്പർ, ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ലീപ്പറിൽ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പോൾ തലശ്ശേരിയിലൊക്കെ പോകുമ്പോൾ ട്രെയിൻ തന്നെയാണ് പോണത്. പക്ഷേ ഇങ്ങനെ സ്ലീപ്പറിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കുറേ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10:30 ഒക്കെ ആയി. അപ്പോഴത്തേക്കും ഉമ്മി കപ്പ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ടേസ്റ്റ് നോക്കാമെന്നുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും അത് കുറച്ച് കഴിച്ചു. ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലല്ലേ. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തട്ടോ. ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ സംസാരിച്ചും പിടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ്സും കൂടെ അല്ലേ മനസ്സിൽ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള പ്ലാൻ ഇടായിരുന്നു കേട്ടോ. കുറേ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ ഉറക്കം വരൽ ഭയങ്കര കുറവാണ്. ഉറങ്ങാണ്ടിരുന്നാലാണെങ്കിൽ നാളെ മൈസൂർ എത്തുമ്പോൾ ഫുൾ എനർജി പോവും. അങ്ങനെ വന്നപ്പോഴാണ് ഒരു കപ്പിൾ ഡോറിൻ്റെ അവിടെ ഇരിക്കണം. ആക്ച്വലി അത് ഭയങ്കര റിസ്ക്കാണ്, പക്ഷേ അവരുടെ ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ ഈ ഒരു വ്യൂ കണ്ടിട്ട് ഡോൺ കണ്ടിട്ടാണ് എണീക്കണത് തന്നെ. പിന്നെ അതിനുശേഷം നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 11:30 ഞങ്ങൾ അവിടെ എത്തുള്ളൂ. രാവിലെ എണീറ്റെങ്കിലും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ് എന്താ പറയുക എല്ലാവരുമായിട്ടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് ലുഡോ കളിച്ച്. അപ്പോൾ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ലുഡോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, താത്ത എണീക്ക് വാ നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കേണ്ട. അക്കൂനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മൂടെ കളിക്കാനാണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ട് കാണാൻ വേണ്ടി. ആൾക്ക് നമ്മളിങ്ങനെ വെട്ടണമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ദേഷ്യം പിടിക്കും, മുഖമൊക്കെ മാറും. പക്ഷേ കാണാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം അവളെ ചെറുതാണ്, മാക്സിമം അവളെ വെട്ടി കളിക്കാനേ നോക്കുള്ളൂ, ആ എക്സ്പ്രഷനൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് 2-3 പ്രാവശ്യം ലുഡോ കളിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ലുഡോ ഒക്കെ കളിച്ചപ്പോൾ സമയമേ പോകണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ. അപ്പോൾ ഓരോരോ സ്റ്റേഷൻ എത്തുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു തന്നെയായിരുന്നു. ഞങ്ങൾ കയറിയ സമയത്തൊക്കെ ഫുള്ളായിരുന്നു സ്ലീപ്പർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും മയറേയും കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോഴത്തേക്കുമാണ് പറഞ്ഞത് എത്താറായിട്ടുണ്ട്, ഇനിയൊരു 2 സ്റ്റേഷൻ എന്തോ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രിപ്പയർ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ലഗേജും ഒക്കെ സെറ്റ് ചെയ്ത് ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മൈസൂർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൈസൂരെത്തി. അപ്പോൾ മൈസൂർ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. പഠിക്കണൊക്കെ സമയത്ത് മൈസൂർ പ്ലസ് കൂർഗ് ആർന്നാന്ന് ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ മൈസൂർ വന്നവർക്ക് അറിയാമല്ലോ, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അണ്ടർപാസ് ഉണ്ട്. അവിടെ സബ്വേ സ്ട്രീറ്റ് പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ വാളിലൊക്കെ. ഇവിടുത്തെ ഓരോ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററിക്കൽ പ്ലേസൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാവലറൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും മുഖത്ത് ചിരിന്നൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോണത്. റൂമിൽ നിന്ന് എത്രയും വേഗം ഫ്രഷപ്പ് ആയിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അത്രയും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് മൈസൂരൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാം ലേറ്റ് ആണെങ്കിൽ പിന്നെയും നമുക്ക് സ്ഥലങ്ങളൊന്നും അധികം കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ അയറയാണെങ്കിൽ അവിടെ ഒരു ഇങ്ങനെ അക്വേറിയം ഉണ്ടായിരുന്നു. മീനെ കണ്ടാണെങ്കിൽ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ അപ്പോൾ റൂം. പിന്നെ ഇവിടെ നിന്ന് മൊത്തം ഹറിബറി ആയിരുന്നു. എത്രയും വേഗം ഫ്രഷപ്പ് ആവുക, റെഡി ആവുക, ഇറങ്ങുക എന്നുള്ളൊരു ഇതിലായിരുന്നു.
അപ്പോൾ ഞങ്ങൾ ഒരു 12 o'clock എത്തി. ഒരു 12:45 ആയപ്പോഴത്തേക്ക് മാക്സിമം എല്ലാവരും ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കൂടെ പ്ലേസൊക്കെ പറഞ്ഞു തരാനൊക്കെ ഒരു ആളുണ്ടായിരുന്നു കേട്ടോ, ഒരു ഗൈഡ് പോലെ ഉണ്ടായിരുന്നു, പ്ലസ് ഡ്രൈവർ കൂടെ ആയിരുന്നു. അപ്പോൾ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഏതായാലും ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് എല്ലാവരും. അങ്ങനെ അതേ ലഞ്ചൊക്കെ അത് കൊണ്ടുവന്നു. അപ്പോൾ മീൽസ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൈസ്, ബട്ടൂര, പിന്നെ ഈ കറികൾ, പായസം, പപ്പടം, ഇങ്ങനെയായിരുന്നു വന്നത്. മീൽസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ ഈ റൈസ്, നമ്മുടെ ബോയിൽ റൈസ് കഴിച്ചവർക്ക് ഈ ഒരു പൊന്നിയരി ടേസ്റ്റ് അങ്ങനെ പിടിക്കില്ല. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല റൈസൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോണത് ഫസ്റ്റ് മൈസൂർ സൂവിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ സൂ എത്തി. അപ്പോൾ പെർ ഹെഡ് 100 ആണ് ഇവിടുത്തെ ടിക്കറ്റ് വന്നത്. കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, ഒരു 4 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെയായിരുന്നു. ഇതൊരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷും ക്രൗഡായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ മാപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സൂവിലേക്ക് എൻറ്റർ ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാമെന്ന് പറയുന്നത് ഒരു നല്ലൊരു രസമുള്ള കാര്യമായിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ സൂവിലുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും കണ്ടു. ഇവിടെ ഒരു 4 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 2.5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇനിയുണ്ട് നടക്കാൻ വേണ്ടി. ഇത് കണ്ടപ്പോഴാണ് ട്രിവാൻഡ്രം സൂ ഒന്നും ഇല്ലാന്ന് ശരിക്കും പറയാൻ തോന്നിപ്പോയത്. ഇവിടെ അത്ര വെറൈറ്റീസ് ഓഫ് എന്താ പറയുക, പല പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇനിയും ഓരോന്നൊക്കെ കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ അതൊക്കെ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. ഹലോ, അങ്ങനെ ഞങ്ങൾ മൈസൂർ സൂ ഒക്കെ കണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രം വ്ളോഗ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ സൂവിനെയും കാട്ടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ സൂ. ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് പെർ ഹെഡ് 100 ആണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് സൂ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം നോക്കിക്കുക, അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ഫിലോമിന ചേർച്ചിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. കുറേ വർഷം പഴക്കമുള്ളൊരു ചേർച്ച് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോഴും ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. ഇത് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇനി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കണേണ്. അങ്ങനെ ഈവനിങ് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത ഇവിടെ നോക്കിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു ചർച്ച് ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് കേട്ടോ സെൻറ്റ് ഫിലോമിന ചേർച്ച്. ഏഷ്യയിലെ തന്നെ 2nd ലാർജസ്റ്റ് ചേർച്ച് എന്നാണ് പറയുന്നത്.
പിന്നെ ഇതിനൊരു 259 വർഷത്തോളം പഴക്കമുണ്ട്. ഡെയിലി ഒരു ആയിരക്കണക്കിന് പാസഞ്ചേഴ്സും ടൂറിസ്റ്റൊക്കെ വന്ന് കണ്ടുപോകുന്ന ഒരു ചേർച്ച് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോയും വീഡിയോ ഒന്നും ചേർച്ചിൻ്റെ ഉള്ളിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് സാൻഡൽസൊക്കെ പുറത്തിട്ടിട്ട് വേണം ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ എല്ലാവരും അപ്പോൾ കയറി കണ്ടുപോകുന്നു. പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബൃന്ദാവൻ ഗാർഡനാണ്. അപ്പോൾ സൺസെറ്റ് ആവാൻ വേണ്ടി പോണ ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ആക്ച്വലി ഈ ഉച്ചക്ക് ഇത്രയും ഇങ്ങനെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ബൃന്ദാവൻ ഗാർഡനിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ ആ പോണ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോണ് എൻ്റെ ഫേവററ്റ് ആണ്. പച്ചക്ക് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം മാങ്ങയും പിന്നെ നെല്ലിപ്പുളി ഉണ്ടായിരുന്നു. നെല്ലിപ്പുളി ഒട്ടുമിക്ക പേർക്ക് ഇഷ്ടമാണ്. അക്കൂടെ ഫേവററ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ ഒരു നെല്ലിപ്പുളി കോണൊക്കെ മേടിച്ച്. കോൺ നല്ലതായിരുന്നു, പക്ഷേ നെല്ലിപ്പുളി പച്ച നെല്ലിപ്പുളി ആയിരുന്നു. അത് ജസ്റ്റ് ഉപ്പും മുളകും ഇട്ട് തന്നതായിരുന്നു. ഞങ്ങൾ ഉപ്പിലിട്ടതാണെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചത്. അത്ര ടേസ്റ്റി ആയിരുന്നില്ല കേട്ടോ. പൊതുവേ ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് പോലും അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെ മേടിച്ച് ഞങ്ങളുടെ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ബൃന്ദാവൻ ഗാർഡനിലെത്തി. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ നോക്കുമ്പോൾ ഫുൾ ക്രൗഡായിരുന്നു കേട്ടോ. ഇതൊരു വെക്കേഷൻ പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ ഫുൾ ക്രൗഡായിരുന്നു. പിന്നെ എല്ലാവരുടെ ഫോട്ടോസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മയുടെ അനിയനും അനിയത്തിയും എല്ലാവരും കൂടെ നിന്ന് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തട്ടോ. മാക്സിമം വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കുറേയൊക്കെ വീഡിയോ മിസ്സിങ് ആണെങ്കിൽ കൂടി മാക്സിമം ഞങ്ങൾ അത് എൻജോയ് ചെയ്തു. അപ്പോൾ ഇരുട്ടാൻ തുടങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങിന് ഫസ്റ്റ് ഞാൻ ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേഗമുള്ളതൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബൃന്ദാവൻ ഗാർഡനിലാണ്. ഞാൻ ഓൾറെഡി ഇവിടെ അതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്ന പോലെയല്ല ഇപ്പോൾ. ഇതൊക്കെ ഇവിടെയൊക്കെ പണി നടക്കണേണ്. കുറേ ഒന്നും വലിയ സെറ്റപ്പൊന്നും അല്ല, പക്ഷെ കുഴപ്പമില്ല. ഹായ് പറ എല്ലാവരോടും. ഹലോ. ഇവിടെ എന്തൊക്കെയാ കണ്ടത് അമ്മ ഇന്ന്? പക്ഷെ ഇവിടുത്തെ ഇനി പച്ച ആകാശമില്ല. അപ്പം നമ്മൾ ഗാർഡൻ്റെ ആ ഹൈറ്റിൽ നിന്ന് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ള വ്യൂ. പിന്നെയാണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ വാട്ടർ ഷോ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വാട്ടർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ 7:45 അങ്ങനെ ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകണ്ട. അവിടെ എത്തിയപ്പോഴത്തേക്കും നോക്കിക്കേ ഫുൾ നമുക്ക് ഒരു പിന്നെ കുത്താൻ പോലും സ്ഥലമില്ല. ആൾക്കാർ പോയിക്കൊണ്ടിരിക്കണം. ചിലവർ വാട്ടർ ഷോ ഒരു ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ച് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഭയങ്കര ക്രൗഡ്, ഭയങ്കര സഫക്കേഷൻ വന്ന പോലത്തെ ക്രൗഡൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഗേറ്റ് പൂട്ടുമെന്നാണ് പറയണം. അപ്പോൾ 7:45 ഷോ. ഇപ്പോൾ 7:30 മണിയായി. ഞങ്ങൾ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അവിടെയാണ് വാട്ടർ ഷോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോഴത്തേക്കും സീറ്റൊക്കെ കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു. നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് ഇരിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നിൽക്കാനും അത്യാവശ്യം ഞങ്ങളുടെ അവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും വാട്ടർ ഷോ സ്റ്റാർട്ട് ചെയ്യും.
തന്നെ ഞങ്ങൾ വാട്ടർ ഷോ ഒക്കെ കണ്ടിട്ട് ഇറങ്ങി. ഞങ്ങൾ ലാസ്റ്റ് നിന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായി. അല്ലെങ്കിൽ അത്രയും ക്രൗഡൊക്കെ കഴിഞ്ഞിറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര പാടുപെട്ടാണ്. സോ അങ്ങനെ രാത്രിയായി ഞങ്ങൾ ഇപ്പോൾ റിട്ടേൺ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ ചക്കയൊക്കെ വെച്ചേക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ക്രാബ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണായിരുന്നു. നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫിഷ് ആണെങ്കിൽ മസാലയൊക്കെ തേച്ചിട്ട് ഇങ്ങനെല്ലാം റെഡി ടു ഫ്രൈ അങ്ങനെ ആക്കി വെച്ചേക്കണായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുൾ ഡാൻസും വൈബായിരുന്നു മൊത്തം. സോ അങ്ങനെ തകർപ്പും പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടയേർഡായിരുന്നു. സോ എന്തായാലും ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്കിനി മൈസൂരിലെ ഡേ 2 വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.